ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഷായി കബീറിന്റെ സംവിധാനത്തിൽ ദിലീഷ് പോത്തൻ, റോഷൻ മാത്യു തുടങ്ങിയവർ അഭിനയിച്ചിട്ടുള്ള റോന്ത് എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ട്രെയിലറിൽ കണ്ട പോലെ തന്നെ പൂർണ്ണമായിട്ട് ഒരു പോലീസ് ചിത്രം തന്നെയാണ് റോന്ത്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇതിന്റെ ഒരു കഥാപരിസരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ദിവസം നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പെട്രോളിംഗ് ഡ്യൂട്ടിക്കകത്ത് രണ്ട് ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. അതിനകത്ത് റോഷൻ മാത്യു അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ, അവർ രണ്ടുപേരാണ് ആ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പെട്രോളിംഗ് ഡ്യൂട്ടിക്കകത്ത് ഒരു ദിവസം അവർ നേരിടേണ്ടി വരുന്ന ചില കേസുകൾ, അന്ന് രാത്രിയിൽ നടക്കുന്ന ചില ഇൻസിഡൻസ് ഒക്കെയാണ് സിനിമയിൽ പൂർണ്ണമായിട്ടും വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ രണ്ട് ക്യാരക്ടേഴ്സ് തന്നെയാണ് ഈ സിനിമയിൽ ഉടനീളം ഉള്ളത്. കാരണം ഇതിലെ 90% നമ്മൾ ആ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് 90% നമ്മൾ കാണുന്നത് ഇവരെ തന്നെയാണ്. ഈ സിനിമ പൂർണ്ണമായിട്ടും പോകുന്നത് ഈ രണ്ട് ക്യാരക്ടേഴ്സിലൂടെ. മറ്റ് ക്യാരക്ടേഴ്സ് എന്ന് പറയാനാണെങ്കിൽ ഒന്ന് രണ്ട് സീനിലൊക്കെ ആയിട്ട് കുറച്ച് ആളുകൾ വന്ന് പോകുന്നുണ്ടെങ്കിലും ഈ സിനിമയെ പൂർണ്ണമായിട്ടും ഷോൾഡർ ചെയ്യുന്നതെന്ന് പറയുന്ന ഈ രണ്ട് ക്യാരക്ടേഴ്സാണ്. അതിൽ ഇവർ രണ്ടുപേരും വളരെ മികച്ച അല്ലെങ്കിൽ ഗംഭീരമായുള്ള പെർഫോമൻസ് തന്നെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ദിലീഷ് പോത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് യോഹന്നാൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരന്റെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഒരുപാട് വർഷം ഈ ഫോഴ്സിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പോലീസുകാരനായിട്ടാണ് ഒരു ക്യാരക്ടറായിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിലോട്ട് ചേർക്കാൻ പറ്റാവുന്ന ഒരു ക്യാരക്ടറും ആ ഒരു പെർഫോമൻസാണ് അദ്ദേഹം ഇതിനകത്ത് കാഴ്ചവെച്ചത്. കാരണം ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു പെട്രോളിങ്ങിനകത്ത് നടക്കുന്നവർ അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, ചില ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചാലഞ്ചസ് കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് അദ്ദേഹം അവരത് കൈകാര്യം ചെയ്യുന്ന രീതി, ആ ഒരു ഇമോഷണൽ സ്ട്രെസ്, ഈ ജോലിയുടെ ഒരു സങ്കീർണത എന്ന് പറയുന്നതിൽ അദ്ദേഹം ആ സ്ക്രീനിലോട്ട് വരുന്ന സമയത്ത് വളരെ ഗംഭീരമായിട്ട് തന്നെ ഈ ക്യാരക്ടറിലൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റോഷൻ മാത്യു നോക്കുന്ന സമയത്ത് ഈ ദിലീഷ് പോത്തിന്റെ ക്യാരക്ടറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് റോഷൻ മാത്യുവിന്റെ ക്യാരക്ടർ ഫീൽ ചെയ്യുന്നത്. കാരണം പുതുതായിട്ട് ജോലി പ്രവേശിച്ചിട്ടുള്ള വളരെ യങ് ആയിട്ടുള്ള ഒരു പോലീസുകാരൻ, അദ്ദേഹം ഈ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു ആവേശം കാര്യങ്ങളെല്ലാം അത്തരത്തിലൊരു രീതിയാണ് റോഷൻ മാത്യുവിന്റെ ക്യാരക്ടർ ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സിനും തമ്മിൽ നോക്കുന്ന സമയത്ത് ഇവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. അത് തന്നെ ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. സിനിമയിലെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ വളരെ ഗംഭീരമായുള്ള പെർഫോമൻസുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഷായി കബീറിന്റെ എഴുത്താണ്. അതിന്റെ സ്ക്രീൻ പ്ലേയും ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയിരിക്കുന്ന ആ ഒരു രീതിയും അതിന്റെ ആ ഒരു ഡെപ്ത്, വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ് അതിനകത്തുള്ളത്. നമുക്ക് ആ സിനിമ കാണുന്ന സമയത്ത് തന്നെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു ക്യാരക്ടേഴ്സ് കടന്നു പോകുന്ന ചില കാര്യങ്ങൾ, അത് വളരെ റോ ആയിട്ടുള്ള ഇമോഷൻസ് എന്ന് പറയുന്നത് തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്ന ആളുകൾക്ക് വളരെ റോ ആയിട്ടും അത് എത്തുന്നുണ്ട് എന്നുള്ളത് ആ ഒരു റൈറ്റിങ്ങിന്റെ ഏറ്റവും ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിന്റെ ഒരു പേസിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ സ്ലോ ബേണിംഗ് ആയിട്ട് പോകുന്ന രീതിയിലാണ് ഇതിന്റെ കഥ പറയുന്ന രീതി വന്നിരിക്കുന്നത്. ഈ സിനിമ കണ്ട സമയത്ത് സിനിമയുടെ ഒരു ഓവറോൾ മേക്കിങ്ങും അതിന്റെ പേസും കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത ഒരു നായാട്ട് സിനിമയായിട്ട്, അതായത് ഷായി കബീറിന്റെ തന്നെ മുന്നേ വന്നിട്ടുള്ള ഒരു നായാട്ട് സിനിമയുടെ ആ ഒരു തരത്തിലുള്ള ഒരു മേക്കിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഷായി കബീറിന്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് ഇഷ്ടപ്പെടുന്ന, പോലീസ് കഥകൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തികച്ചും വളരെ റോ ആയിട്ടുള്ള, വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റോറി തന്നെയാണ് റോന്ത് എന്ന് പറയുന്നത്. തികച്ചും നമുക്ക് തിയേറ്ററിൽ പോയിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തരുന്ന സിനിമ തന്നെയാണത്.